ഡോക്ടർ നവീൻ്റെ ദുർമന്ത്രവാദം ചാത്തൻ സേവയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഡോക്ടർ നവീൻ ആര്യയെ കൊലപ്പെടുത്താൻ തന്നെയായിരുന്നു തീരുമാനിച്ചിരുന്നത്. ചാത്താൻ സേവയും ദുർമന്ത്രവാദവും നടത്തുന്ന കേരളത്തിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ അതിൽ പിന്തുടരുന്ന ആൾക്കാർ ആസൂത്രിതമായി കുരുതി കഴിപ്പിക്കുകയാണ്. തങ്ങളോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ തങ്ങളുടെ അടുത്ത് വരുന്ന ആൾക്കാരെ വശീകരിച്ച് അവരെ കുരുതി കഴിക്കുകയാണ് കാണുന്നത്. നമ്മൾ കട്ടപ്പനയിൽ കണ്ടതും അങ്ങനെയാണ്, എലന്തൂരിൽ കണ്ടത് അങ്ങനെയാണ്, തൊടുപുഴയിൽ കണ്ടത് അങ്ങനെയാണ്. അവർ വളരെ ആസൂത്രിതമായ അതിൻ്റെ ആ കർമ്മത്തിൻ്റെ അവസാനം കുരുതി തന്നെ, മനുഷ്യക്കുരുതി തന്നെയാണ്. ഇവിടെ അത് തന്നെ സംഭവിച്ചു. ഡോക്ടർ നവീന് യഥാർത്ഥത്തിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ അയാൾ ഈ ബ്ലാക്ക് മാജിക്കിൽ വിശ്വസിച്ച് പോരുന്ന ആളാണ്. അത് ചെറുപ്പം മുതലേ അങ്ങനെയായി മാറിക്കഴിഞ്ഞു എന്നാണ് എനിക്കിപ്പം തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഇട്ടിട്ട് പോയ കാറിനുള്ളിൽ നിന്ന് ചില വസ്തുതകൾ പോലീസ് ഇപ്പം കണ്ടെടുത്തു. അതിനകത്ത് പല സൈസിലുള്ള കത്തികൾ കണ്ടെത്തിയിട്ടുണ്ട്, ചില ക്രിസ്റ്റൽസ് കണ്ടെത്തിയിട്ടുണ്ട്, അന്യഗ്രഹത്തിൽ താമസിക്കുന്ന ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ചില ജീവികളുടെ പടങ്ങൾ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. 466 പേജുള്ള ലേഖനങ്ങൾ ബ്ലാക്ക് മാജിക്കിനെ പറ്റിയുള്ളത് നവീനെ ഇപ്പോൾ ആര്യയ്ക്ക് അയച്ചു കൊടുത്തതായിട്ടും കാണപ്പെട്ടിട്ടുണ്ട്. നവീന് ആര്യയ്ക്ക് അയച്ചു കൊടുത്ത ഡോൺ ബോസ്കോ എന്ന ഒരു അപരനാമത്തിലാണ്. ആരാണെന്നിപ്പോൾ അത് പോലീസ് കണ്ടെത്തി എന്നാണ് മനസ്സിലാകുന്നത്. അതിനകത്തുള്ള ചില വീഡിയോകൾ അത് ദർശിച്ചു കഴിഞ്ഞാൽ അയാളുടെ തലയും മുട്ടയടിച്ച തലയും കണ്ണും മാത്രം കാണുന്നുണ്ട്. അതിൻ്റെ ആ ദൃശ്യം കാണുമ്പോൾ അത് ഡോക്ടർ നവീൻ തന്നെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ വിചാരിക്കും അത് മറ്റാരുടെയെങ്കിലും ആയിരിക്കും. പക്ഷേ അയാളുടെ കണ്ണ്, അയാളുടെ ആ നെറ്റി, അയാളുടെ തല കാണുമ്പോൾ അത് നവീൻ തന്നെയാണ്. അയാൾ തല ഷേവ് ചെയ്ത് അതുപോലെ മീശയെടുത്ത് അതുപോലെ ഒരു ഉണ്ടക്കണ്ണനായിട്ടിരിക്കുന്ന വികൃതമായ ഒരു രൂപം കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഈ സീറോയിലെ അരുണാചൽ പ്രദേശ് സീറോയിലെ ലോഡ്ജിൽ വെച്ച് ഇവരെ അദ്ദേഹത്തിന് ഉന്മാദം വരുന്ന രീതിയിൽ അവരുടെ ശരീരത്തിലെ മുറിവുണ്ടാക്കി അവരെ കൊലപ്പെടുത്താൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ മനുഷ്യക്കുരുതി കേരളത്തിൽ നടക്കുമായിരുന്നു എന്നാണ് എനിക്കിപ്പം തോന്നുന്നത്. നവീൻ തന്നെയാണ് ആര്യയെ തൻ്റെ ഒപ്പം തുടക്കം മുതലേ കൊണ്ടുപോയെന്ന് ഇതിൽ നിന്ന് വ്യത്യാസമായി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിന് അയാൾക്ക് ഒരു ഗുരു ഇല്ല, അയാൾ തന്നെയാണ് ഗുരു. ആര്യയും അയാളെയും അല്ലെങ്കിൽ അയാളുടെ ഭാര്യ ദേവിയെയും ഇവരെ 3 പേരെയും സാത്താൻ സേവയിലേക്ക് കൊണ്ടുവന്നത് വേറൊരു പരികർമ്മിയാണ് എന്നൊക്കെ ഒരു ധാരണ നമുക്കുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇയാൾ പങ്കജ കസ്തൂരിൽ ആയുർവേദ ഡോക്ടറേറ്റിന് പഠിക്കുമ്പോൾ തന്നെ ഇയാൾ ഇതിൽ വിശ്വസിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ദേവിയെ വശീകരിച്ച് അയാളേലും 2-3 വയസ്സ് പ്രായക്കൂടുതലുള്ള ദേവിയുമായിട്ട് അടുപ്പം ഉണ്ടാകുന്നത്. രണ്ടുപേരും ഒന്നിച്ച് പങ്കജ കസ്തൂരിയിൽ ആയുർവേദ ഡോക്ടറാകാൻ പഠിച്ചവരാണ്. അവർ പ്രണയത്തിലായി. 2-3 വയസ്സിന് വ്യത്യാസമുണ്ട്. എങ്കിൽ തന്നെയും ആ 2 കാസ്റ്റിലുള്ളവരാണ്. എങ്കിൽ തന്നെയും ആ നവീന് തൻ്റെ ഭാര്യയെ ദേവിയെ അന്ന് മുതൽ തൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ അയാൾക്ക് സാധിച്ചു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ദേവിയും അന്ധവിശ്വാസത്തിലേക്ക് പോയി. ദേവിയെ ബ്രെയിൻ വാഷ് ചെയ്ത് അയാൾ വളച്ചെടുത്തു. അതോടൊപ്പം തന്നെ ദേവിയുടെ സുഹൃത്തായ ഈ പെൺകുട്ടിയെയും അദ്ദേഹം അവരുടെ അബദ്ധസഞ്ചാരത്തിൽ കൂടെ തന്നെ ഇവരെ കൊണ്ടുപോകാൻ സാധിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇതിനകത്ത് ഇനി വേറെ ആരെയെങ്കിലും ഇയാൾ വശീകരിക്കാനോ ബന്ധപ്പെടാനോ ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നും പോലീസ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു കാലഘട്ടത്തിൽ ചിലപ്പം നവീൻ്റെ അപ്പുറമുള്ള ഒരു ശക്തിയായി ഈ ആചാരത്തിൽ വിശ്വസിക്കുന്ന ഒരാളായിട്ട് മാറാം. തീർച്ചയായിട്ടും ഇവരുമായിട്ട് ബന്ധപ്പെട്ടവർ ഈ ലൈനിൽ സഞ്ചരിച്ച കേരളത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പോലീസ് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ ചെയ്യണം. അവരെ തീർച്ചയായിട്ടും ആർക്കിയോളജി അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിൽ സൈക്കോളജിസ്റ്റിന് മുമ്പിൽ ഹാജരാക്കണം. അവരെ ബ്രെയിൻ വാഷ് ചെയ്യണം. അവരെ എന്താണ് ഇവരുമായിട്ടുള്ള അടുപ്പം കൊണ്ട് അവർ നേടിയത്, അവരും ഈ സഞ്ചാരത്തിൽ തന്നെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇതുകൊണ്ട് 2021 ആര്യയ്ക്ക് അയച്ച ചില സന്ദേശങ്ങളുണ്ട്. അത് ഡോക്ടർ നവീൻ തന്നെയാണ്, മറ്റൊരാളല്ല എന്ന് ഇപ്പം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളിൽ നല്ല വിദ്യാഭ്യാസമുള്ള പലരും ഈ അന്ധവിശ്വാസത്തിൽ ഇന്നും വിശ്വസിച്ചുകൊണ്ട്
ജീവിക്കുന്നവരെ ധാരാളം പേരെ നമുക്ക് കാണാം. വളരെ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് ആ രീതിയിലേക്ക് മാറുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവർക്കാർക്കും ശാസ്ത്രബോധമില്ല. ആ ചെറുപ്പം ആ സ്കൂളും കോളേജിൽ ലെവലിൽ തന്നെ ശാസ്ത്രബോധം നമ്മൾ ഇവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. മനുഷ്യന്റെ ചിന്തയ്ക്ക് അപ്പുറത്തേക്ക് വെറുതെ ആലോചിച്ച് പോയി ചില നാടകീയ രംഗങ്ങൾ സൃഷ്ടിക്കുന്ന ചരിത്രങ്ങൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ വഴുതി നമ്മുടെ കുട്ടികളും നമ്മളും പലരെയും എനിക്കറിയാം, ഈ രീതിയിൽ ചിന്തിക്കുന്നവരും ഈ രീതിയിൽ നടക്കുന്നവരും. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പലരും ഉള്ളതായിട്ട് എനിക്കറിയാം. കാരണം 1-2 പേര് എന്നെ വന്ന് കാണുകയും ചെയ്തിട്ടുണ്ട്. കാരണം ചില കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ അവർ 6-7 ക്ലാസ്സിൽ മുതലേ ഇതിലേക്ക് അവരെ വലിച്ചഴിച്ചുകൊണ്ട് പോകും. ആ ചെറുപ്രായത്തിൽ തന്നെ അവരെ ബ്രെയിനിൽ ഈ ഒരു സംഭവം മാത്രമാണ് കയറിയിരിക്കുന്നത്. ആ രീതിയിലൊരു വളർച്ച, മാനസിക വളർച്ചയാണ് അവർക്ക്. നവീനും ആ രീതിയിൽ ആരോ നവീനെ ചെറുപ്പത്തിൽ അയാൾ മിസ്ഗൈഡ് ചെയ്ത് അയാൾ ഈ ശാത്താൻ സേവയിലും ഈ ബ്ലാക്ക് മാജിക്കിലേക്കും വന്നു പോയി. അങ്ങനെയാണ് ഈ പ്രായം വരെ, ഈ 40 വയസ്സ് വരെ അയാൾ സഞ്ചരിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ധാരാളം സംഭവങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കോളേജുകളിലും സ്കൂൾ ലെവലിലുള്ള കുട്ടികളുടെ മാനസികാവസ്ഥ നമ്മൾ പരിശോധിക്കണം. ഇതുപോലെ വിചിത്ര ചിന്തകളുമായിട്ട് നടക്കുന്ന കൊച്ചുകുട്ടികൾ ധാരാളം പേരുണ്ട്. കാരണം സയൻസിനെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ചന്ദ്രനിൽ പോകുന്നതും മറ്റ് ഗ്രഹങ്ങളിൽ പോകുന്നതിലൊക്കെ ആകൃഷ്ടരായി. അതിൽ നിന്ന് ധാരാളം കെട്ടുകഥകൾ ലോകം മുഴുവൻ പ്രചരിക്കുന്നുണ്ട്. അത് ഗൂഗിളിൽ പ്രചരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ യൂട്യൂബിനകത്ത് നോക്കിയാൽ നമുക്ക് ഇതൊക്കെ ധാരാളം കണ്ടെത്താൻ സാധിക്കും. അതിലൊക്കെ ആകൃഷ്ടരായി അതൊക്കെ സത്യമാണ് എന്ന് കരുതി ഈ കൊച്ചു മനസ്സിലേക്ക് അങ്ങനെ കയറി അവർ പ്രായം ചെന്നാലും ആ ഒരു മാനസികാവസ്ഥ തന്നെ ജീവിക്കുന്നതായിട്ടാണ് നമ്മളിപ്പം കാണുന്നത്. അതുകൊണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഈ രീതിയിലുള്ള വളർച്ച വളരെയധികം ആൾക്കാരെ ബാധിക്കുന്നുണ്ട്. വളരെയധികം വീടുകളിൽ ഇത് സഫർ ചെയ്യുന്നുണ്ട്. അവർ ഇരുട്ടത്തിരിക്കുകയും അതുപോലെ എപ്പോഴും 24 മണിക്കൂറും ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും ഇരിക്കുന്ന കുട്ടികൾ അവർ ഏത് ഭാഗത്തേക്കാണ് അവരുടെ മനസ്സ് ചരിക്കുന്നത് നമ്മൾ കണ്ടെത്തണം. അവർ പരിശോധിച്ച മുഴുവൻ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കണം. അത് എന്താണ് അവർ കാണുന്നതെന്ന് തീർച്ചയായിട്ടും മാതാപിതാക്കളെ ഇതൊരു പാഠമായിട്ട് കരുതണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.